KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. LDF പ്രതിഷേധങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ. പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്ത ഒരു സമരം ആഗസ്റ്റ് മാസം 3-ാം തീയതി ചേലക്കര പഞ്ചായത്തിലേക്ക് നടന്നിരുന്നു. ആ സമരം വാസ്തവ വിരുദ്ധമാണ്. ആ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരണസമിതിയെ സഹായിക്കാവുന്ന തരത്തിലുള്ള ഒരു വാർത്ത കാണാൻ ഇടയായി. സംസ്ഥാനത്തെ മുഴുവൻ ത്രിതല പഞ്ചായത്തുകളിലേക്കും 1, 3, 4 തീയതികളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സമരം നടത്താൻ തീരുമാനിക്കുകയും അതനുസരിച്ച് സമരം നടന്നു വരികയും ചെയ്തതാണ്. ആയതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി ആഹ്വാനമനുസരിച്ച് സമരം സംഘടിപ്പിച്ചിരുന്നത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു സമരം നടന്നിരുന്നത്. അത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്ന സമരത്തെ തള്ളിപ്പറയാനോ പ്രതിരോധിക്കാനോ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ പോലും തയ്യാറാകാതിരിക്കുന്ന ഘട്ടത്തിലാണ് ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയെ സഹായിക്കാനെന്ന വ്യാജേന ഒരു കക്ഷി വാർത്താ മാധ്യമം വഴി ബൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ പറഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 28% തുകയാണ് സംസ്ഥാന ബഡ്ജറ്റ് വിഹിതമായി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ 28.5% തുക അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കുറയാനിടയായ സാഹചര്യത്തിൻ്റെ കാരണക്കാര് കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭയാണ് എന്നും കൂടി പറഞ്ഞു വയ്ക്കുമ്പോഴാണ് UDFും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുൻപായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പാസാക്കിയ സംസ്ഥാന ധനകാര്യ ബഡ്ജറ്റിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് 13,95,98,000 രൂപ കിട്ടുമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന UDF മന്ത്രിസഭയുടെ ഭാഗമായിക്കൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം ചേലക്കര ഗ്രാമപഞ്ചായത്തിന് 12,74,17,000 രൂപ ലഭിക്കുന്ന തരത്തിലാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് പ്രകാരം കിട്ടേണ്ട തുകയേക്കാൾ 1,21,81,000 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര പഞ്ചായത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിനെതിരെ സമരം നടത്തിയത്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 38 കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയിട്ട് 33% മാത്രം പദ്ധതി പൂർത്തീകരണമാണ് നടന്നത് എന്നാണ്.
ഇങ്ങനെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും 1,86,00,000 രൂപ സ്പില്ലോവർ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്നതും കൂടി ആ സുഹൃത്ത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. 80% കൂടുതൽ തുക ചെലവഴിച്ചാലേ സ്പില്ലോവർ പദ്ധതികൾക്ക് വിഹിതം ലഭിക്കൂ എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പദ്ധതി പരിശോധിക്കുമ്പോൾ ഗുണഭോക്തൃ വിഹിതവും ജില്ലാ പഞ്ചായത്ത് വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഒക്കെ ഉൾപ്പെടെ 30 കോടിയിലേറെ രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരുന്നത്. 30,81,89,032 രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ നടപ്പിലാക്കാൻ കഴിയുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആ സ്ഥലത്താണ് 38 കോടിയിലേറെ രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയിട്ട് 33% പദ്ധതികളാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത്. ഈ കൊല്ലം സ്പില്ലോവർ പദ്ധതികൾക്ക് 1,86,00,000 രൂപ കിട്ടണമെങ്കിൽ കിട്ടിയ തുകയുടെ 80% ജനറൽ ഫണ്ടും ST/SC ഫണ്ടുകൾ 100% ചെലവഴിച്ചാലേ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ സ്പില്ലോവർ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കൂ. SC/ST ഫണ്ടുകളുടെ 100% പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനറൽ ഫണ്ടിൽ നിന്ന് അത്രയും തുക പിടിക്കുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം 1,86,00,000 രൂപ കിട്ടുമ്പോൾ തന്നെ എത്ര രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അവസാന ഗഡു തുക, പദ്ധതി വിഹിതത്തിൻ്റെ അവസാന ഗഡു തുക പഞ്ചായത്തുകൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ തയ്യാറായിരുന്ന ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്നതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. മന്ത്രിസഭ തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അത് കത്ത് മുഖേന അറിയിച്ചു എങ്കിലും അതിന് അനുമതി ലഭിക്കുകയുണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനും അതുവഴി 2 കോടിയിലേറെ രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ തവണ 3 കോടിയിലേറെ രൂപയുടെ കുറവാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് വരിക എന്നത് പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് എന്നും കൂടി മനസ്സിലാക്കി പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായി സമീപിച്ച ഘട്ടത്തിൽ അത്തരം ഒരു അനുമതി തരാതിരുന്നത് ജനങ്ങളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുക എന്നതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബോധ്യമാകുന്ന തരത്തിലാണ് പിന്നീട് നടന്നിട്ടുള്ള ഉദ്യോഗസ്ഥ നിയമനങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ച ആരെയാണെന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതെല്ലാമാണ് വാസ്തവം എന്നിരിക്കെ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം സത്യത്തിന് വിരുദ്ധമാണ് എന്ന നിലപാട് ഉയർത്തുന്ന ശ്രീ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഇത്തരത്തിൽ ജനങ്ങളെ എക്കാലത്തും കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്വയം മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം.